ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ വീഡിയോ ഒന്നുമല്ല. എനിക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്താനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റി. എനിക്കറിയാം അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇതിനകം ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ, ഇതൊക്കെ അറിഞ്ഞിട്ട് വന്നിരുന്നൂടെ, ഇല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് തന്നെ ചെയ്താൽ പോരെ എന്നൊക്കെ. എനിക്കറിയാം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. ഞാൻ ചെയ്തതും അത്രയും വലിയൊരു തെറ്റ് തന്നെയാണ്. ഞാൻ ചെയ്ത ആ ഒരു തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയോ പ്രൈവറ്റ് ആക്കിയോ ഒക്കെ വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങളെ ഞാൻ ചതിക്കുന്നത് പോലെ ആയിപ്പോവും. കാരണം എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതിപ്പോൾ പലരും വാട്സപ്പിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നവരും കോളുകളിലൂടെ സംസാരിക്കുന്നവർക്കും ഒക്കെ അറിയാമായിരിക്കും എങ്ങനെയാണ് ഞാൻ അവരോട് പെരുമാറുന്നത് എന്നൊക്കെ. പലരുടെയും ചാനൽ അവർ ചാനൽ വേണ്ടാന്ന് വെച്ച് വരെ നിർത്തി പോവാം എന്ന് വിചാരിച്ചവർക്ക് മോണിറ്റൈസേഷൻ ആക്കി കൊടുത്തു. അവരുടെ അപ്പീൽ വീഡിയോ റെഡിയാക്കി, റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം റെഡിയാക്കി, നമ്മുടെ ആഡ്സെൻസിന്റെ പ്രോബ്ലം ഒക്കെ റെഡിയാക്കി, ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് അത്യാവശ്യം നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ശരി തെറ്റു പറ്റിപ്പോയി. പിന്നെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് കമന്റ് ഇടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, എനിക്കറിയാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അത് ഞാൻ അംഗീകരിക്കുന്നു. എല്ലാവരും പറയുന്നത് പോലെ ഞാനും നിങ്ങളുടെ മുമ്പിൽ വെറുതെ കാണുന്ന വീഡിയോസ് ഒന്നും അവതരിപ്പിക്കുന്നതല്ല. ഞാനും പലയിടത്തുനിന്നും കിട്ടുന്ന വീഡിയോസ് അത് ശരിയാണോ ഫേക്ക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നല്ല നല്ല പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഞാനും ഒത്തിരി, അതായത് ഒരു ബുക്ക് എനിക്കും തീരാറായിട്ടുണ്ട്. ഒത്തിരി ഞാൻ നോട്ട്സ് തയ്യാറാക്കി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതൊരു എഡിറ്റിങ്ങിൽ പറ്റിയ, അതായത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എഡിറ്റിങ്ങിൽ പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ആ മിസ്റ്റേക്ക് പറ്റിയ ഭാഗം ഞാൻ ആ വീഡിയോയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് കറക്റ്റായിട്ട്, ഇനി നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുക്കുക. കുറച്ച് ലോഡിംഗ് എടുക്കുക ഓപ്പൺ ആയിട്ട് വരാൻ. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജിൽ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓൺ ഓഫ് ചെയ്യേണ്ടത്. കഴിഞ്ഞ എനിക്ക് വീഡിയോയിൽ മിസ്റ്റേക്ക് പറ്റിയത് ഈ ഒരു ഭാഗമാണ്. താഴെ കാണുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഓൺ ആക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു, ആ ഒരു ഓപ്ഷൻ അല്ല ഓൺ ആക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷനാണ് ഓൺ ഓഫ് ചെയ്യേണ്ടത്. അതായത് മുകളിലായിട്ട് കാണുന്ന ഇൻസേർട്ട് ഷെയറിംഗ് എന്ന് തുടങ്ങുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഓൺ ആക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് മാത്രം ബ്രാൻഡുകൾക്കും തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾക്കും യൂട്യൂബ് ഷെയർ ചെയ്യുന്നതാണ്. അത് മാത്രമാണ് നിങ്ങൾ ഓൺ ഓഫ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ താഴെ കാണുന്ന അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആരെങ്കിലും ഓൺ ആക്കിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അത് ഓഫ് ആക്കുക. മുകളിൽ കാണുന്ന ഈ ഇൻസേർട്ട് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് ആ സെറ്റിംഗ്സിലേക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അവരെ ഞാൻ പ്രത്യേകം ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ എനിക്ക് പറ്റിയ ഈ ഒരു മിസ്റ്റേക്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടെ സോറി ചോദിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.